വെൽക്കം ടു NRI വേൾഡ്. കുവൈറ്റിൽ സ്വദേശിവൽക്കരണം ശക്തമാകുന്നു. സർക്കാർ ധനകാര്യ മന്ത്രാലയങ്ങൾ സംയുക്തമായി കുവൈറ്റ് പൗരന്മാരെ വിവിധ ജോലികൾക്ക് സജ്ജരാക്കുന്നതിന് പരിശീലനം നൽകാനാണ് നീക്കം. സ്പെഷ്യൽ ട്രെയിനിംഗ് സെന്ററുകളിലൂടെ തൊഴിലിന് ആവശ്യമായ നൈപുണ്യം വളർത്തിയെടുക്കാനാണ് ലക്ഷ്യമിടുന്നത്. സ്വകാര്യ മേഖലയിൽ കുവൈറ്റ് പൗരന്മാരുടെ സാന്നിധ്യം ശക്തമാക്കാനും സർക്കാർ നേരിട്ട് പദ്ധതികൾ ആസൂത്രണം ചെയ്യും. കുവൈറ്റിൽ പ്രവാസി തൊഴിലാളികൾക്കും തൊഴിലന്വേഷകർക്കും സ്വദേശീവൽക്കരണം കനത്ത തിരിച്ചടിയാകും. അമേരിക്കയിലെ കുടിയേറ്റക്കാർക്ക് ദുരിതം വിട്ടൊഴിയുന്നില്ല. ട്രംപിന്റെ കുടിയേറ്റ നിയന്ത്രണ നടപടികൾ വിദേശീയർക്ക് വീട് വാങ്ങുന്നതും വാടകയ്ക്കെടുക്കുന്നതും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. റിയൽ എസ്റ്റേറ്റ് മാന്ദ്യം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലിളക്കുന്ന ലക്ഷണമാണ് സൂചിപ്പിക്കുന്നത്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഉയർന്ന മോർട്ട്ഗേജ് നിരക്കും ഉയർന്ന വിലയുമാണുള്ളത്. ഇൻഷുറൻസ് ചെലവുകളും മെയിന്റനൻസ് ഫീസും ചില്ലറയല്ല. വാടക വിപണിയിലെ സ്ഥിതിയും മറിച്ചല്ല. നൂലാമാലകൾ കാരണം വാടകയ്ക്ക് ആളെ കിട്ടാനും എളുപ്പമല്ല. കോവിഡിന് ശേഷം ഏഷ്യയിലെ ഏറ്റവും പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാവുകയാണ് ഹോങ്കോങ്. അന്താരാഷ്ട്ര സന്ദർശകരെ ആകർഷിക്കാൻ പുതിയ പദ്ധതികളുമായി രംഗത്തെത്തുകയാണ് ഹോങ്കോങ്. വർഷങ്ങളായി നീണ്ടുനിന്ന രാഷ്ട്രീയ അനിശ്ചിതത്വം, കോവിഡ് എന്നിവയ്ക്ക് ശേഷം ഹോങ്കോങ് ആഗോള പ്രതിച്ഛായ മെച്ചപ്പെടുത്തിയിരിക്കുകയാണ്. ഏഷ്യൻ ഇവന്റ് ഹബ്ബായി മാറാൻ ഒരുങ്ങുകയാണ്. ഹോങ്കോങ് ടൂറിസം ബോർഡിന്റെ കണക്കനുസരിച്ച് ആദ്യപാദത്തിലെ സന്ദർശകരുടെ എണ്ണം 2024 ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 9% വർദ്ധിച്ച് 12 ദശലക്ഷമായി. സന്ദർശകരുടെ എണ്ണത്തിൽ 10% വർധനവ്, ഏകദേശം 49 ദശലക്ഷം. ഇപ്പോഴും
കോവിഡിന് മുൻപുള്ളതിനേക്കാൾ താഴെയാണെന്ന് ഏജൻസികൾ പ്രവചിക്കുന്നു. ആഗോള സാമ്പത്തിക അനിശ്ചിതത്വം, ഹോങ്കോങ്ങിന്റെ അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള കടുത്ത ടൂറിസം മത്സരം എന്നിവയുൾപ്പെടെ വെല്ലുവിളികൾ ഇപ്പോഴും നിലനിൽക്കുന്നു. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ, മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ്, 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്, ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. ഗൾഫ് മേഖലയിലെ ഔദ്യോഗിക വിവരങ്ങളുമായി NRI ഡെസ്ക്. കുവൈത്തിലെ പ്രവാസി തൊഴിലാളികളുടെ അക്കാഡമിക് യോഗ്യതകളിലും ജോബ് ടൈറ്റിലും മാറ്റം വരുത്തുന്നത് പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ താൽക്കാലികമായി നിർത്തിവെച്ചതായി പ്രഖ്യാപിച്ചു. വർക്ക് പെർമിറ്റിൽ രാജ്യത്ത് പ്രവേശിച്ചവർക്കോ മറ്റ് മേഖലകളിൽ നിന്ന് സ്വകാര്യ മേഖലയിലേക്ക് മാറ്റിയവർക്കോ ഈ സസ്പെൻഷൻ ബാധകമാണ്. അബുദാബിയിൽ ഡിസ്നി തീം പാർക്ക് വരുന്നു. യാസ് ഐലൻഡിലെ വാട്ടർ ഫ്രണ്ടിലാണ് പാർക്ക് സ്ഥാപിക്കുന്നത്. പരമ്പരാഗത വാസ്തുവിദ്യയും നൂതന സാങ്കേതിക വിദ്യയും സമന്വയിപ്പിച്ചാണ് പാർക്കിന്റെ നിർമ്മാണം. UAEയിൽ കോർപ്പറേറ്റ് ടാക്സ് രജിസ്ട്രേഷൻ സമയപരിധി ലംഘിച്ചതിന് സ്ഥാപനങ്ങൾക്ക് ചുമത്തിയ പിഴ ഒഴിവാക്കി തുടങ്ങി. മന്ത്രിസഭാ തീരുമാനപ്രകാരമാണ് പിഴയിൽ ഇളവ് നൽകുന്നത്. ഇന്ത്യ പാക് സംഘർഷത്തെ തുടർന്ന് വ്യോമ ഗതാഗത മേഖല സ്തംഭിച്ചു. UAEയിൽ നിന്ന് ഉത്തരേന്ത്യയിലേക്കുള്ള സർവീസുകൾ റദ്ദാക്കി. പ്രവാസി ഇന്ത്യക്കാർ ആശങ്കയിൽ. കുവൈത്തിലെ പൊതുവിദ്യാലയങ്ങളിലും സ്വകാര്യ വിദ്യാലയങ്ങളിലും വിദ്യാർത്ഥികളിൽ നിന്നോ രക്ഷിതാക്കളിൽ നിന്നോ സ്കൂൾ ജീവനക്കാരിൽ നിന്നോ യാതൊരു തരത്തിലുമുള്ള സംഭാവനകളും പിരിക്കരുതെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. സ്കൂൾ അധികാരികൾക്ക് ഒരു പൊതു സർക്കുലർ പുറപ്പെടുവിച്ചു. NRI വേൾഡ് ഡെസ്റ്റിനേഷൻ ഒരു ലോക സഞ്ചാരം. യൂറോപ്പിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രം. തൂവെള്ള കെട്ടിടങ്ങളും മനോഹരമായ അസ്തമയങ്ങളും ആസ്വദിക്കാവുന്ന സെലിബ്രിറ്റി സ്പോട്ട്. NRI വേൾഡിൽ അവസാനമായി ഡിഷസ്. പല നാടുകൾ, പല രുചികൾ. ലോകത്തിലെ ഏറ്റവും കടുപ്പമുള്ള കറി ഏതാണ്?
സോവോ ദിയു എന്ന ചൈനീസ് ഡിഷ്.